ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഉള്ളിത്തീയൽ തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമ്മളിവിടെ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3 അല്ലി ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് വേപ്പില കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ നിറം നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇങ്ങനെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. പൊടി ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റി വെക്കുക. ചെറിയ ഉള്ളി ഒരു ബൗൾ എടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫൈൻ പേസ്റ്റായി ഒന്ന് അരച്ചെടുക്കുക. ഇടയ്ക്ക് തുറന്ന് നമ്മുടെ ഉള്ളി വഴറ്റി കൊടുക്കുക. ഉള്ളിയെല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു ചെറിയ കഷ്ണം പുളി പിഴിഞ്ഞത് ഇതിലേക്കിട്ട് ഈ ഉള്ളിയുമായി നന്നായി മിക്സ് ചെയ്ത് ഈ പുളി ഉള്ളിയിൽ പിടിക്കത്തക്ക വിധം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. അതിനുശേഷം ഈ അരപ്പ് ഉള്ളിയുടെ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ടൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായി 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കറിയെല്ലാം തിളച്ച് എണ്ണ തെളിഞ്ഞ് നല്ല വറ്റി വരുന്നുണ്ട്. വളരെ ടേസ്റ്റായ ഉള്ളിത്തീയലാണിത്. നിങ്ങളും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് താളിച്ചിടുന്നതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളിത്തീയലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതേ രീതിയിൽ ഉള്ളിത്തീയൽ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള രുചിയാണ്, വളരെ ടേസ്റ്റാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.